11 വർഷം മുൻപ് പണി തുടങ്ങിയ ഒരു ആകാശപാതയുണ്ട് അങ്ങ് കോട്ടയത്ത്. 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കോട്ടയം നഗരത്തിന്റെ മുഖമുദ്രയായിരുന്ന ശിമാട്ടി റൗണ്ടിനെ പൊളിച്ച് ആകാശപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 5 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും പാതയിൽ ഒന്നും നടപ്പായില്ല. ഇതൊടുവിൽ കോട്ടയത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി പ്രവർത്തനം പുനരാരംഭിക്കുമെന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ബജറ്റിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇതൊന്ന് മാറി കിട്ടിയാൽ ആ കളിയാക്കുന്നത് ഈ കോട്ടയത്ത് ഓരോ മനുഷ്യർ കളിയാക്കുന്നത് നിർത്തിക്കോളും. ചെയ്താൽ നല്ലതായിരുന്നു. നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നും പോകാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും വേണം. ഒന്നാമത് നടക്കാൻ പോലും വയ്യ. ഒരു പ്രയോജനമില്ല. ആരും കയറത്തില്ല. 100 സ്റ്റെപ്പ് മേലെ കയറി 100 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. ആര് കയറാനാ? എല്ലാവരും ധൃതി വെച്ച് പോകുന്നവരാ. ഒരു മനുഷ്യൻ കയറത്തില്ല. അത് വെറുതെ വേസ്റ്റാണ്. പൊളിച്ചു കളയാവുന്നതാണ്. ഇതുകൊണ്ട് നമുക്കൊരു ഭയാനകമായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഇതിവിടെ നിലകൊള്ളുന്നത്. ഇതെല്ലാം തുരുമ്പ് പിടിച്ച് പോകുന്നതിന് മുമ്പ് ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അഖിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഖിൽ, ഈ ഒരു ആകാശപാത കോട്ടയത്തുകാർക്കൊരു ബാധ്യതയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്നതാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ അത് വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചിരുന്നതാണ്. പക്ഷേ അത് തുരുമ്പെടുത്ത് നശിക്കാറാവുമ്പോൾ അതിന് പുനരുജ്ജീവനം നൽകുക എത്രത്തോളം പ്രായോഗികമാണ്? മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് കയറിയൊക്കെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ലിഫ്റ്റ് ഉൾപ്പെടെ നവീകരണ മാർഗങ്ങൾ കൂടി ഉണ്ടാകുമോ അഖിൽ? വിനീത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഈ പുറകിൽ കാണുന്ന ഈ വലിയ ഇതിനെ ഒരു പടവലപ്പന്തൽ എന്നാണ് ഈ കോട്ടയംകാർ കളിയാക്കി വിശേഷിപ്പിക്കുക. കാരണം ഞാൻ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തുമ്പോൾ എന്നോട് പടവലപ്പന്തലിന്റെ അടുത്തേക്ക് വരാനാണ് പറഞ്ഞത്. എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഈ റൗണ്ട് ബോട്ട് ഈ ആകാശപാതയാണ് ഇവരിങ്ങനെ കളിയാക്കി വിളിക്കുന്നത് മനസ്സിലാക്കി. എന്തായാലും ഇതിങ്ങനെ തുരുമ്പെടുത്ത് കിടക്കുന്നത്, ഇത് 11 വർഷത്തോളം പഴക്കമുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ സ്ട്രക്ചറിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പരിശോധനയടക്കം നടത്തി വന്നതാണ്. കാരണം ഇതിന് ചുറ്റും നമുക്ക് 10ഓളം തൂണുകൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിമയ്ക്ക് നേരെ മുൻവശത്തായി ഒരു തൂണുണ്ട്. ആ തൂണിന്റെ ഏറ്റവും മുകളിലല്ല ഈ റൗണ്ട് ബോട്ട്, അതായത് ഈ ആകാശപാതയുടെ റൗണ്ട് ബോട്ട് ഇരിക്കുന്ന തൂണിലല്ല എന്നുള്ളതാണ്. അത് മുൻപോട്ട് എടുത്തു വെച്ച ഒരു വെൽഡ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന കമ്പിക്ക് മുകളിലേക്ക്, അതായത് അതിന്റെ സ്ട്രക്ചറിൽ കൃത്യമായി അതിൽ പോലും പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ അത് പണിയുമ്പോൾ അതിന് പുറകിൽ കാണുന്ന ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടേക്കൊക്കെ സ്റ്റെപ്പ് ഇറക്കാമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെവിടേക്കൊക്കെ അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന തൂണുകൾക്കപ്പുറത്തേക്ക് ഇതിലേക്ക് കയറാൻ ഈ സ്റ്റെയറുകൾ വേണം. ലിഫ്റ്റുകൾ സ്വാഭാവികമായി വേണ്ടി വരും. കാരണം ഭിന്നശേഷിക്കാരായ ആളുകൾക്കടക്കം കയറണമെങ്കിൽ സ്റ്റെയറുകൾ സാധിക്കില്ല. അപ്പോൾ ലിഫ്റ്റുകൾ വേണ്ടി വരും. അത്തരം സംവിധാനങ്ങൾ ഈ ചുറ്റും കാണുന്ന ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എവിടെയൊക്കെ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രവൃത്തി പുനരാരംഭിക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുക. ഒപ്പം തന്നെ ഇതിന് എത്രത്തോളം ബലമുണ്ട്. അതായത് നമുക്കറിയാം 11 വർഷങ്ങൾക്ക് മുൻപ് പണിതിട്ട ഒരു ഇരുമ്പിന്റെ ഈ കൂടാരമാണ്. ഇതിനിപ്പോൾ എത്ര ബലമുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. ഈ പൂർണ്ണമായി ഇത് പൊളിച്ചു മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും നവീകരണം നടത്താൻ കഴിയുമോ, ഇതിൽ മുൻപ് ഇതിൽ ബലക്ഷയമുണ്ട് അല്ലെങ്കിൽ ഇതിന് സ്ട്രക്ചറൽ പ്രശ്നമുണ്ട് എന്ന പഠന റിപ്പോർട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു പഠനം നടത്തേണ്ടി വരും. അങ്ങനെ ഒരുപാട് കടമ്പകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ MLA ആവുന്നതിന് മുൻപ് മീറ്റ് ദ പ്രസ് അടക്കം നടത്തി കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് അധികാരത്തിലെത്തിയാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ്. പക്ഷേ അത്ര എളുപ്പത്തിൽ ഇത് പൂർത്തിയാകുമോ എന്നുള്ളതാണ്. പക്ഷേ പൂർത്തിയായി കഴിഞ്ഞാൽ അത് കോട്ടയംകാരെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമാണ്. അവരെ സംബന്ധിച്ചോളം അത് വലിയൊരു അനുഗ്രഹമായി മാറുമെന്നുള്ളതാണ്. കോട്ടയത്തിന്റെ ഒരു തിരക്ക്, ഈ ഒരു ഭാഗത്തിന്റെ തിരക്കും മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവേണ്ടത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത് പൂർത്തിയാകുമെന്ന് പറയുന്നതിൽ ആശ്വാസവും കണ്ടെത്തുന്നതിനൊപ്പം ഇത് പൊളിച്ചു മാറ്റണമെന്ന അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. എന്തായാലും ഇത് എങ്ങനെ പോകുമെന്നിരുന്നു നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇത് പൂർണ്ണസ്ഥിതിയിൽ വരുമെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയില്ലത്. നിർമ്മാണം പൂർത്തിയായി എന്ന് പറയാമെന്ന് മാത്രമാണ് ഇതിന്റെ കാഴ്ച കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. വിനീത, ശരി, അഖിലാണ് ആകാശപാതയുടെ ചുവട്ടിൽ നിന്ന് പടവലപ്പന്തൽ എന്നാണ് അത്രയും കോട്ടയത്തുകാർ വിളിക്കുന്നത്. ഏതായാലും 11 വർഷം അതവിടെ നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. ഇനി അതൊരു പുനരുജ്ജീവനം സാധ്യമാണോ എന്നറിയില്ല. ആണെങ്കിൽ തന്നെ ഒരു വലിയ തുക വേണ്ടി വരികയും ചെയ്യും. ഏതായാലും അതിനൊരു മോചനം കിട്ടട്ടെ. അതാണ് VD സതീശൻ സർക്കാരിലെ ബജറ്റിലെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.